ഭയങ്കര അലമ്പ് പടമാണ് കേട്ടോ. അയ്യോ, അത് ഇത്രയും ഹൈപ്പ് ചെയ്ത് ഇത്രയും പ്രൊമോഷൻ കൊടുത്ത് തിയേറ്ററിൽ കൊണ്ട് നിറക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. സൂപ്പർ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സിനിമ, അതിലൊരു കുഴപ്പമില്ലേ. നമ്മൾ പാർവതിയൊക്കെ നമ്മൾ ഫെമിനിസ്റ്റാണ്, ആനയാണ് ചേനയാണ്. പക്ഷെ അവരെ അഭിനയമൊക്കെ എൻ്റെ പൊന്നോ ചുമ്മാതെ അതായത് ടൈം പാസിന് വേണ്ടിയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യർ നെഗറ്റീവ് പറയത്തില്ല. നെഗറ്റീവ് പറയുന്നവർ നിങ്ങൾ മൈൻഡ് വയ്ക്കരുത്. സത്യമായിട്ട് സിനിമ വോത്താണ്. വളരെ നല്ല മൂവിയായിരുന്നു, കുഴപ്പമില്ല. വിക്രം പൊളി ഇല്ല, എനിക്ക് അങ്ങനെ ഇല്ല, കുഴപ്പമില്ല. നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. പടം കൊള്ളാം, കിടിലൻ പടം. വിക്രമിന് വേണ്ടി കാണാം. നല്ല കഥ, കുഴപ്പമില്ല. ടൈം വേസ്റ്റ് ആയിരിക്കും. പടം കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഇല്ല, ഓവറോൾ കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, വേറെ വിഷയമൊന്നുമില്ല, കാണാം, നൈസാണ്. അപ്പോൾ അതിന് കാണും, അതിനുണ്ട്. സൂപ്പറായിട്ടിരിക്കുന്ന സിനിമ, സൂപ്പർ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്ന സിനിമ, അതിലൊരു കുഴപ്പമില്ലേ. നമുക്ക് ബോറടിക്കാതെ എന്തൊരു വിക്രം സിനിമ അല്ലേ ഇതിനെ പോലെയൊക്കെ അടിപൊളിയായിട്ടിരിക്കണേ. പക്ഷെ അങ്ങനെ ഒന്നുമില്ലേ സിനിമ, ബോറടിയേ ഇല്ലേ സിനിമ. വേണമെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ചോദിക്കേ, അവരുടെ അടുത്ത് സിനിമ ബോറടി ഒരിക്കലും വരൂല്ലേ. സിനിമ ആണെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മൾ കൊടുക്കുന്ന കാശിന് പുറത്താണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വിക്രം നമ്മളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യിക്കുന്നുണ്ട്. വിക്രമിൻ്റെ ഒരു 2-3 പടം ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു തിരിച്ചുവരവാണ് കേട്ടോ. ഓസം. നമുക്ക് ആ കാട് ഒരു രക്ഷയില്ല അല്ല, ഒരു ക്ലൈമാക്സ് സീനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ട്വിസ്റ്റൊക്കെ റിലീവ് ചെയ്യുന്ന ആ സീനൊക്കെ ഗംഭീരം. നമ്മൾ പാർവതിയൊക്കെ നമ്മൾ ഫെമിനിസ്റ്റാണ്, ആനയാണ് ചേനയാണ്. പക്ഷെ അവരെ അഭിനയമൊക്കെ എൻ്റെ പൊന്നോ ഒരു നാഷണൽ അവാർഡ് അതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേണ്ട, അത്രയ്ക്ക് ഗംഭീരമാണ് കേട്ടോ. നെഗറ്റീവ് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചുമ്മാതെ അതായത് ടൈം പാസിന് വേണ്ടിയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യർ നെഗറ്റീവ് പറയത്തില്ല. സിനിമയായിട്ട് കാണുന്നവർക്ക് നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. ഒരിടത്തും ഒരു ലാഗില്ല. നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഒരു തന്നെ ഗുംസ് ആയിട്ടുള്ളൊരു സോങ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാനുള്ള മനസ്സുള്ളവർക്കേ അത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നെഗറ്റീവ് പറയുന്നവർ എനിക്കറിയത്തില്ല, എന്തിനു പറയുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കല്ല. അത്രയ്ക്ക് വർത്താണ്. നമ്മൾ കൊടുത്ത കാശിന് മുതലാക്കാൻ പറ്റുന്ന സിനിമയാണ്. മലയാളികളുടെ ഇതിൽ നമ്മുടെ മാളവിക ചെയ്തിട്ടുണ്ട്, ആരതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. എൻ്റെ പൊന്നോ അതൊക്കെ നമ്മൾ മാളവികയാണോ ഇത് എന്നുവെച്ചാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ആ മേക്കപ്പും കോസ്റ്റ്യൂമും ഒരു രക്ഷയില്ല. അതിൽ വില്ലൻ ആയിട്ട് വരുന്ന ആൾ, നമുക്കറിയാം അയാൾ വില്ലനാണെന്ന്. പക്ഷേ എന്നാലും നമ്മളിങ്ങനെ ഹൈപ്പിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അയാളെയൊക്കെ ഒന്ന് വിക്രം തന്നെ പുള്ളീനെ ഒന്ന് ഡൗൺ ചെയ്യുന്ന ആ ഒരു എങ്ങനെയാണത് വിവരിക്കേണ്ടതെന്നില്ല. സീക്വൻസൊക്കെ സൂപ്പർ. നെഗറ്റീവ് പറയുന്നവർ നിങ്ങൾ മൈൻഡ് വയ്ക്കരുത്. സത്യമായിട്ട് സിനിമ വോത്താണ്. കൊള്ളാം, നല്ല പടം. ഓവറോൾ അടിപൊളിയാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. മേക്കിങ്ങും അടിപൊളിയാണ്. വിക്രം നന്നായിട്ട് ചെയ്തു, நல்ல பெர்ஃபார்மன்ஸ் ஆயிடும். சூப்பர். செகண்ட் ஹாஃப் கொஞ்சம் லேக் மாதிரி இருக்கும், மற்றபடி நல்ல படம். ஓகே, நல்ல சூப்பராக படம். ஆவரேஜ் தான் ப்ரோ, ஆவரேஜ். பட் ஷியான் டெடிகேஷன், ரைட்டிங் பேஸ்ட் ஆன் ரியல் ஸ்டோரி அதெல்லாம் கொஞ்சம் நல்லா இருந்துச்சு. ப்ரோ அதுவும் லைட்டாக இருந்துச்சு. பாரஞ்சித்துனாலே தெரியல ப்ரோ, அரசியல் லைட்டாக கொண்டு வருவார். பட் ஓவரால் செகண்ட் ஹாஃப் ஸ்டார்டிங்கில் கொஞ்சம் லேக் இருந்துச்சு. மற்றபடி மேக்கிங் எல்லாம் கொஞ்சம் நல்லா இருந்துச்சு. இல்லை ப்ரோ, அதே சேனலில் தான் போய்ட்டு. ஆமாம் ப்ரோ, லைட்டாக அந்த பிஎஃப்எக்ஸ் எல்லாம் சில இடத்துல கொஞ்சம் இது பண்ணியிருந்தாங்க, கொஞ்சம் டவுனாக தான் இருந்துச்சு. பட் மேக்கிங்கில் கொஞ்சம் நல்லா இருந்துச்சு. அந்த ஆக்டிங், ஷியான் ஆக்டிங்கு, பார்வதியோட ஆக்டிங்கு, மாளவிகா மோகன் ஆக்டிங் எல்லாம் நல்லா இருந்துச்சு. ப்ரோ அப்படியே வராது, ஏன்னா இது பேஸ்ட் ஆன் ரியல் ஸ்டோரி. கேஜிஎஃப்ல உண்மையில் நடந்தது. மற்றபடி மேக்கிங் எல்லாம் நல்லா இருந்துச்சு. அவரோட டெடிகேஷன்லாம் பயங்கரமாக இருந்துச்சு ப்ரோ, அதுக்காகவே பார்க்கலாம். ஆனால் ഭയങ്കര അലമ്പ് പടമാണ് കേട്ടോ. അയ്യോ, അത് ഇത്രയും ഹൈപ്പ് ചെയ്ത് ഇത്രയും പ്രൊമോഷൻ കൊടുത്ത് തിയേറ്ററിൽ കൊണ്ട് നിറക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ഗ്രാഫിക്സൊക്കെ സാധാ പടം, ഇത് വലിയ പടമായിട്ടൊന്നും പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പെർഫോമൻസ് വൈസ് ചിലപ്പോൾ ക്രിട്ടിക്കലിയൊക്കെ അക്ലെയിം ആയേക്കാം. അതല്ലാണ്ട് ഇത്ര സമയം ഇരുന്ന് കണ്ട ഒന്നും മനസ്സിലായുമില്ല. വെറുതെ ഒരു പടം, 5 പൈസയ്ക്ക് കൊള്ളൂല. എനിക്ക് ഇടയ്ക്ക് ഉറങ്ങണമെന്നുണ്ടായിരുന്നു, പിന്നെ പൈസ കൊടുത്തു പോയില്ല, അത് കാണണമല്ലോ പിന്നെ.